എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും എൻ്റെ ഈ ഒരു ചെറിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഹാർഡ് ബോളിൻ്റെ കുറച്ച് ബാറ്റ് വന്നിട്ടുണ്ട്. കുറച്ചധികം പോകണം, ഒരു 10-20 കിലോമീറ്റർ പോകണം. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ അതിൽ നല്ലത് നോക്കി നമ്മൾ എടുത്തിട്ട് സെയിൽ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ അവിടെ പോയിട്ട് എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും കൂടിയിട്ടാണ് പോകുന്നത്. ഞാൻ അവിടുന്ന് മെട്രോയിൽ വടക്കേക്കോട്ടയിൽ നിന്ന് മെട്രോ കയറി നേരെ നമ്മുടെ കലൂർ പോയി ഇറങ്ങും. അവിടുന്ന് അവൻ്റെ ബൈക്കിൽ ആലുവയ്ക്ക്. ഓക്കെ, ടാറ്റ. അവിടെ പോയിട്ട് കാണിക്കാം, പോണ വൈക്കുള്ളത് കാണിക്കാം. നിങ്ങളെല്ലാവരും കണ്ടിരിക്കണം. ഓക്കെ, ടാറ്റ. ഓക്കെ, അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയില്ല. മെട്രോ സ്റ്റേഷനിലാണ് ട്രെയിൻ കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് മെട്രോ ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് പോകാനുള്ള മെട്രോ ട്രെയിൻ അല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൂടുമ്പോഴാണ് ട്രെയിൻ വരിക. ഇതിപ്പോൾ അപ്പുറത്തൂടെ വന്നപ്പോൾ ജസ്റ്റ് എടുത്ത് തോന്നുന്നു. നമ്മുടെ വണ്ടി ഇപ്പം തന്നെ വരും കേട്ടോ. ഇവിടെ റൗണ്ട് കണ്ണാടി നമുക്ക് ഭംഗിയിട്ട് നോക്കി അങ്ങനെ വന്നു. ഇതാണ് കലൂർ JLN മെട്രോ സ്റ്റേഷൻ കേട്ടോ. ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവൻ ചെക്ക് വരും. ഓക്കെ ഗൈസ്, അപ്പോഴേ ഞങ്ങൾ ആലുവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ഇവിടെ ചങ്ങമ്പുഴ മാർക്കറ്റ്. അതാണ് എൻ്റെ ഫ്രണ്ട് കേട്ടോ, ജിനു. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. ചങ്ങമ്പുഴ പാർക്ക് എത്തിയിട്ടോ. ചങ്ങമ്പുഴ പാർക്ക് പോണ വഴിക്ക് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മൾ കൊച്ചിക്കാരുടെ ഏറ്റവും അഹങ്കാരമായിട്ടുള്ള ബ്ലോക്കുകൾ കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് ആലുവ ഭാഗമാണ്. ആലുവ ഭാഗത്തൂടെ പോകുമ്പോൾ എന്നും എപ്പോഴും ഇങ്ങനെ തന്നെ കണ്ട. നല്ല രസമല്ലേ കാണാനായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ബൈക്കാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പെരിയാർ പുഴ. ഇതിപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നിട്ട് നിറഞ്ഞ് ഒഴുകുമായിരുന്നു. ഇപ്പോൾ ഇന്നൊരു ദിവസം വെയിൽ വന്നപ്പോഴേക്കും മൂപ്പര് പഴയ പോലെ ആയി. ഒറ്റ ദിവസം കൊണ്ട് നിറയും, ഒറ്റ ദിവസം കൊണ്ട് അടുത്തു ഒന്നും വെള്ളം. ഇത് ചന്ദ്രനല്ല കേട്ടോ, അത് നമ്മുടെ കേരളം തന്നെയാണ്. നിങ്ങൾ തെറ്റിയിരിക്കണ്ട. ഞാൻ ചന്ദ്രനിൽ പോയിട്ടാണ് ബാറ്റ് എടുക്കണത്, തെറ്റിയിരിക്കണ്ട. അപ്പോൾ നമ്മൾ ആലുവയിൽ നിന്ന് ലെഫ്റ്റ് തിരിയാൻ പോവാണ്. ഈ വഴിക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മുടെ UC കോളേജില്ലേ, ആ ഒരു ഏരിയ. അപ്പോൾ ഓക്കെ, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എത്താറായിട്ട് ഏകദേശം ഇങ്ങനെ 4 കിലോമീറ്റർ കൂടി വ്യത്യാസമുള്ളൂ. അപ്പോൾ തന്നെ എത്തി. അപ്പോൾ ഈ ചന്ദ്രനെ അങ്ങോട്ട് കടന്നു കിട്ടണ്ടേ. ഫുള്ള് ബ്ലോക്കും കട്ടറൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള സ്ഥലം എത്തിയിട്ടാണ്. ഇത് നമ്മുടെ കാലടിന്ന് അത്താണിന്ന് ലെഫ്റ്റാന്ന് തോന്നുന്നുണ്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മളിതേ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവനെ കാണിക്കണ്ടെന്നാണ് അവൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ബാറ്റ് നോക്കാനായിട്ട് നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, ആലുവ. ഇതാ നമ്മുടെ ബാറ്റുകൾ ഇതേ ഇങ്ങനെ ബാക്കിൽ നിരന്നിരിക്കുന്നുണ്ട് കണ്ട. ഞാൻ അതിൻ്റെ മറ്റേ ക്യാമറ ഓണാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഇത്രയും ബാറ്റുകൾ നമ്മളിന്ന് എടുക്കാൻ പോവാണ്. എന്നിട്ട് സെലക്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ. അതാണ് നമ്മൾ സെല് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ കാണിച്ചത് ജസ്റ്റ് ഒന്ന്. ഇതാണ് ബാറ്റ് കണ്ട, A1-ൻ്റെ ഹാർഡ് ബോൾ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ചോദിക്കണ്ട. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകത ഒന്നുമില്ല, അടിച്ചാൽ പോവാ തന്നെ. NKS കാശ്മീർ ബാറ്റിനെ പറ്റി അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അറിയാം. ഇവരാണ് ഏറ്റവും നല്ല വുഡ്. ഇവരും പിന്നെ GLS ആണെന്നുണ്ട് ഏറ്റവും നല്ല വുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും പീസാണ് നമ്മുടെ അതിൽ നിലവിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇത്. മറ്റേത് ഞാൻ ഷോർട്സ് ആയിട്ട് എന്തെങ്കിലും ഇടാം. ഓക്കെ, അപ്പോൾ പിന്നെ ബാറ്റ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇങ്ങനെ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഒരു 1010 1050 ആ റേഞ്ചിലാണ് വരുന്നത് വെയിറ്റ്. അപ്പം നല്ലത് നോക്കിയിട്ട് തിരഞ്ഞെടുത്ത് അയച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇത് കൊണ്ടുപോകണം. അതാണ് ഇപ്പോൾ ചടങ്ങ്. അവിടെ നിന്ന് ബാറ്റൊക്കെ എടുത്ത് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ. എന്തായാലും മാഞ്ഞാലി ഭാഗത്താണ് പരിപാടി. അപ്പോൾ നമ്മൾ മാഞ്ഞാലിയിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു അവിടെ നാസ് കൊണ്ടൊരു കട ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ മാഞ്ഞാലി ബിരിയാണി തിന്നാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എത്തും. ഒരു 6 കിലോമീറ്ററാണ് ഉണ്ടായിരുന്നത് അവിടെ നിന്ന്. അപ്പോൾ ഏകദേശം എത്താറായി എന്ന് തോന്നിയപ്പോൾ ഞാൻ ബെസ്റ്റ് വീഡിയോ ഓൺ ആക്കിയതാണ്. അപ്പോൾ ആ പാലം കയറി ഇങ്ങോട്ട് ഇറങ്ങിയൊരു സെൻറ്റർ എത്തും. പാലം കയറി ഇറങ്ങി തന്നെ ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ തന്നെ കണ്ട അതേ കാണുന്നു നാസ് ബിരിയാണി. ഇവിടെ ചെന്നപ്പോഴുള്ള അവസ്ഥ കാണണം സ്റ്റാ. അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നിട്ട് അവരടുത്ത് അയാൾ പറയാണ് ബിരിയാണി താമസം ഉണ്ട്, ഒരു അരമണിക്കൂർ കഴിയുമെന്ന്. അതായത് അവരുണ്ടാക്കിയത് തീർന്നു. കിട്ടിലും ബിരിയാണി വാങ്ങാൽ ഒരു രക്ഷയില്ലാട്ടോ, സൂപ്പർ ബിരിയാണി അത്. ഞങ്ങൾ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തത്, അതാണ് ഏറ്റവും അടിപൊളി അവിടുത്തെ. ഓക്കെ, അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങി. ഇപ്പോൾ വേറെ ഒന്നും പറയാനില്ല. ഇത് നമ്മുടെ ആലുവ പുഴയിൽ ഉള്ളൊരു സംഭവമാണ് കേട്ടോ. ആൾക്കാർക്ക് ഇരുന്ന് സംസാരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്ലേസാണ്. ഇതിപ്പോൾ വെള്ളം മുങ്ങി കിടക്കുകയായിരുന്നു, ഇവിടെയൊക്കെ വെള്ളം കയറി കിടക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ വെള്ളമൊന്നുമില്ല. വെള്ളമൊന്നും ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ എന്തായാലും വരുന്ന വഴിക്കാണ്. അപ്പോൾ
കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. കിടിലൻ പ്ലേസ് ആണ് കേട്ടോ. നമുക്ക് ഇരുന്ന് എന്താ പറയുക റെസ്റ്റ് എടുക്കാൻ പറ്റിയ പ്ലേസാണ്. കാണിച്ചു തരാം. ഇതിപ്പോൾ വെള്ളം കയറി ആകെ ഇങ്ങോട്ട് അടിപൊളിയായിട്ട് കിടക്കണ പോലെ ഒരു അവസ്ഥ ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് നോക്കിയേ, ലൊക്കേഷൻ നോക്കിയേ, അടിപൊളിയല്ലേ. ഈ പടവിലൊക്കെ ശരിക്കും ഇരിക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ വെള്ളം ആയതുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളതിൽ ഇരുന്നു, 2 മിനിറ്റ് ഇരുന്നു, പണ്ട് ഫോട്ടോ കൊടുത്തു, കുറച്ച് നേരം സംസാരിച്ചു. എന്നിട്ട് അവിടെ നിന്ന് നൈസായിട്ട് തെറിച്ചു. അങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഈ സ്ഥലം അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തേൽ